Hi all. Today we are going to discuss Module 1 of Testing and Verification of VLSI Circuits. Okay. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് VLSI സർക്യൂട്ട്സ് എന്നാണ്. അതായത് സോ വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് ടെസ്റ്റിംഗ് ആൻഡ് വാട്ട് ഈസ് വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ നോട്ട്സ് ഞാൻ കാണിക്കുന്ന നോട്ട്സ് നിങ്ങളിൽ ഓൾറെഡി ഫോട്ടോസ്റ്റാറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇത് പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി തരാണ്. സോ ദാറ്റ് യു ക്യാൻ റെഫർ ഇറ്റ് ഈസിലി. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പോർഷൻ തന്നെ നിങ്ങൾ വിട്ടുകളയാതെ നോക്കുക. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് definition നോക്കാം. Testing is a process of checking whether the fabricated product is good or bad. Okay, and verification is the process of checking a product at its designed level. അപ്പോൾ ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് ടെസ്റ്റിംഗ് എന്താണ്, വെരിഫിക്കേഷൻ എന്താണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആയതിനു ശേഷം, ഒരു ഡിസൈൻ പ്രോഡക്റ്റ് ആയതിനു ശേഷം, പ്രോഡക്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം നടത്തുന്ന മെത്തേഡാണ്. അതിൻ്റെ എറർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള എറർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് വെരിഫിക്കേഷൻ. So verification is done at the level of design, and testing is done at the level of fabrication. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടാതെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അതായത് ഡയഗ്നോസിസ്. അപ്പോൾ ടെസ്റ്റിങ്ങിലും വെരിഫിക്കേഷനിലും നമുക്ക് എറർ ഡിറ്റക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എറർ കറക്ഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് ഗീവ്സ് വിച്ച് പാർട്ട് ഓഫ് ദ പ്രോഡക്റ്റ് വെൻറ്റ് റോങ് ആൻഡ് ഹൗ ടു ഓൾട്ടർനേറ്റ് എ ഫോൾട്ടി മോഡൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു 3 ടേം നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ അത് ടെസ്റ്റിംഗ് എന്താണ്, അപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഹെഡിങ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ദ പോർഷൻസ് വിത്ത് VLSI റിയലൈസേഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഒരു VLSI റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയാൽ അത് ഏതൊക്കെ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്നുള്ളതാണ് ഈ VLSI റിയലൈസേഷൻ പ്രോസസ്സ്. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം ഒരുവിധം എല്ലാ പ്രോഡക്റ്റും തന്നെ VLSI ബേസ്ഡ് ഒക്കെ ഉള്ളതാണ്, സർക്യൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ സിമ്പിൾ പ്രോഡക്റ്റ് എടുക്കുക. നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് എടുത്താലും അതെല്ലാം എന്തായിരിക്കും, കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ പ്രോഡക്റ്റും തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കസ്റ്റമേഴ്സ് നീഡ്, ദെൻ ഡിറ്റർമിൻ റിക്വയർമെൻറ്റ്, then write specification, design synthesis and verification, test development, fabrication, manufacturing test, chips to customer. So ഇതൊക്കെയാണ് VLSI റിയലൈസേഷൻ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ലിസ്റ്റും ചെയ്യണം. ഇതെല്ലാതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് തന്നെ, ആ പേര് തന്നെ ഇതിൽ നിന്ന് എല്ലാതും അണ്ടർസ്റ്റുഡ് ആണ്. ഓരോ പോയിന്റും എന്താണ് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സ് നീഡ്, സ്പെസിഫിക്കേഷൻ, ഡിസൈൻ സിന്തസിസ് ആൻഡ് വെരിഫിക്കേഷൻ, ടെസ്റ്റ് ഡെവലപ്മെൻറ്റ്, ഫാബ്രിക്കേഷൻ ആൻഡ് മാനുഫാക്ചറിങ് ടെസ്റ്റ്, അതെല്ലാതും ഈ നോട്ടിൽ നോക്കിയിട്ട് അതിൻ്റെ പോയിന്റ്സ് നോക്കുക. പോയിന്റ്സ് എന്തായാലും എഴുതണം, എക്സ്പ്ലനേഷൻ എന്തായാലും വേണം. സോ യു ഓൾസോ ഹാവ് ടു ഇൻക്ലൂഡ് എ ഡയഗ്രാം. ദാറ്റ് ഈസ് ഈ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ് ഒരു ഡയഗ്രമാറ്റിക് മോഡലിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണിന് ഡിറ്റർമിൻ റിക്വയർമെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് നീഡിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് വേണ്ട, ഒരു ഡിസൈനറിന് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, ആ പ്രോഡക്റ്റിന് എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണമെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഡിറ്റർമിൻ റിക്വയർമെൻറ്റ്. ദെൻ റൈറ്റ് സ്പെസിഫിക്കേഷൻ, ഡിസൈൻ ആൻഡ് ടെസ്റ്റ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫാബ്രിക്കേഷൻ ആൻഡ് മാനുഫാക്ചറിങ് ടെസ്റ്റ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ടെസ്റ്റ് കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് പാർട്ട് എത്തിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഗോ ഫോർ ഫെയിലിയർ മൂഡ് അനാലിസിസ്. ഒരു പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർ മൂഡ്, അതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഗോ ഫോർ എ ഫെയിലിയർ മൂഡ് അനാലിസിസ്. ആ ഫെയിലിയർ മൂഡ് അനാലിസിസ് ചെയ്താൽ ഇത് നോക്കൂ,
പോയിന്റിലേക്കും കണക്ഷൻസ് പോയിട്ടുണ്ട്. മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെയിലിയർ മോഡ് അനാലിസിസ് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അല്ലേ ഈ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാവുമ്പോൾ ഏത് സ്റ്റെപ്പിലാണ് എറർ വന്നതെന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഫെയിലിയർ മോഡ് അനാലിസിസ് കഴിഞ്ഞാൽ ആ ചിലപ്പോൾ നമുക്ക് ആ പ്രൈമറി സ്റ്റെപ്പ് തന്നെ ആ റിക്വയർമെൻറ്റ് നമ്മൾ ചെയ്താൽ തന്നെയായിരിക്കും ചിലപ്പോൾ എറർ വന്നിട്ടുണ്ടാവുക. ആ റിക്വയർമെൻറ്റ് അങ്ങനെ ആയിരിക്കണം എന്നില്ല കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ സ്റ്റെപ്പ് അതിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ചിലപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് ഓക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞാലായിരിക്കാം നമുക്ക് എറർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ സോ ദർ ഇസ് എൻ ഓപ്ഷൻ ടു ഗോ ടു സ്പെസിഫിക്കേഷൻ. അങ്ങനെ ഓരോ സ്റ്റെപ്പിലേക്കും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫെയിലിയർ മോഡ് അനാലിസിസിൽ. അപ്പോൾ ഫസ്റ്റ് ഇതിനെ ഈ റിക്വയർമെൻറ്റ് ഡിറ്റർമിൻ റിക്വയർമെൻറ്റിനെയും റൈറ്റ് സ്പെസിഫിക്കേഷനെയും കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതാണ് ഓഡിറ്റിംഗ് ലെവൽ എന്ന് പറയുന്നത്. ഡിസൈൻ ആൻഡ് ടെസ്റ്റ് ഡെവലപ്മെൻറ്റിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിസൈൻ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫാബ്രിക്കേഷൻ ആൻഡ് മാനുഫാക്ചറിങ് ടെസ്റ്റിനെയാണ് ടെസ്റ്റ് ആൻഡ് ഫെയിലിയർ മോഡ് അനാലിസിസ് FMA എന്നുള്ള പോയിന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ ആണ് നമുക്ക് ഒരു VLSI ചിപ്പ് റിയലൈസേഷൻ ചോദിച്ചാൽ പറയേണ്ടത്. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻസ് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ നോക്കിയിട്ട് വായിച്ച് എക്സ്പ്ലനേഷനൊക്കെ വേണം. ആകെ ആ പോയിന്റ്സും ഈ ഡയഗ്രാം മാത്രം പോരാ. ഓക്കെ, ഈ ഡിസൈൻ സിന്തസിസ് വെരിഫിക്കേഷൻ ടെസ്റ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക, വെരിഫിക്കേഷൻ വേഴ്സസ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എന്താണ് വെരിഫിക്കേഷൻ, എന്താണ് ടെസ്റ്റ്, ബോത്ത് ആർ ഡിഫറെൻറ്റ്. ബട്ട് നമുക്ക് കോമൺലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് വെരിഫിക്കേഷനും ടെസ്റ്റിങ്ങിനും ഒക്കെ ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ആസ് എ VLSI എഞ്ചിനീയർ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെരിഫിക്കേഷൻ ആൻഡ് ടെസ്റ്റ്. ഓക്കെ, സോ വെരിഫിക്കേഷൻ എന്നാണ്. വെരിഫിക്കേഷൻ it verifies the correctness of design. Okay, verification verifies the correctness of design, whereas the test verifies the correctness of manufactured hardware. Okay, our second point, performed by simulation, hardware emulation and formal methods. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സുണ്ട്, ടെസ്റ്റ് ജനറേഷനും ടെസ്റ്റ് അപ്ലിക്കേഷനും. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണും. അതിൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഫോം വൺസ് പ്രയർ ടു മാനുഫാക്ചറിങ്. അങ്ങനെ പോയിന്റ്സ് ചെയ്താൽ നമുക്ക് ആ എല്ലാ പോയിന്റ്സും ഒന്ന് നോക്കിയിരിക്കുക. വെരിഫിക്കേഷൻ വേഴ്സസ് ടെസ്റ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ ടെസ്റ്റിംഗ്. എന്തിനാണ് ഈ ടെസ്റ്റിംഗ് പ്രോസസ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ VLSI റിയലൈസേഷൻ പ്രോസസ്സിൽ തന്നെ കണ്ടു, ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് സ്റ്റെപ്പ് വഴിയാണ്. അപ്പോൾ അതിൽ ഏത് പോർഷനിൽ വേണമെങ്കിലും എറർ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് പ്രോസസ്സ് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ ദർ മേ ബി പോസിബിലിറ്റി ഓഫ് ഇൻകറക്റ്റ് ഡിസൈൻ, ഡിഫക്റ്റ് മേ ഹാപ്പൻ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ, CAD ടൂൾസ് ട്രാൻസ്ലേറ്റ്, ദെൻ പോസിബിലിറ്റി ഓഫ് എറർ ഡ്യൂറിങ് ഫാബ്രിക്കേഷൻ. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിംഗ് അതിപ്പോൾ ആയിട്ടില്ല, വെരിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നീഡ് ഫോർ ടെസ്റ്റിംഗ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക. നീഡ് ഫോർ ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക. നീഡ് ഫോർ ടെസ്റ്റിങ്ങിൻ്റെ കുറച്ചും കൂടി പോയിന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും ടെസ്റ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ചില എറർ ഡിറ്റക്ട് ചെയ്യാൻ തന്നെ. അത് ഒരുപാട് അത് കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക. ഇന്ന് തന്നെ സ്റ്റെപ്പുകളുണ്ട് റിയലൈസേഷൻ പ്രോസസ്സിൽ. അപ്പോൾ അതിൽ ഏത് പോർഷനിൽ വേണമെങ്കിലും എറർ വരാം. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതാം. പിന്നെ അടുത്തത് ഒരു ഡിജിറ്റൽ ചിപ്പ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയും ഒരു എലാബറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് എളുപ്പമാണ്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക അത് ജസ്റ്റ് കാണിച്ചു തരാം. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇടുന്നില്ല. അതായത് ഒരു ഡിജിറ്റൽ സർക്യൂട്ട് വെച്ചിട്ടുണ്ട്, ഒരു ടെസ്റ്റ് പാറ്റേൺ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ സർക്യൂട്ടിൽ ഈ പാറ്റേൺ കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടാവും. ആ ഔട്ട്പുട്ടും ഇതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കറക്റ്റ് ഔട്ട്പുട്ടും ഇവിടെ കിട്ടുന്ന റെസ്പോൺസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അത് നമ്മളൊരു ഡിജിറ്റൽ സർക്യൂട്ട് ഗുഡ് ആണോ ബാഡ് ആണോ, ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ റെസ്പോൺസ് മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് ഗുഡ് സർക്യൂട്ടാണ്, അല്ലെങ്കിൽ അത് ബാഡ് സർക്യൂട്ട് ആവും. അങ്ങനെയാണ് ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ചിപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്, ഈ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ അടുത്തത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനൊരു ഡയഗ്രാം ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം ആദ്യം തന്നെ വരയ്ക്കുക. എന്നിട്ട് വേണം ഇതിലെ പാർട്ട് പോർഷൻ തന്നെയാണ് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഡയഗ്രത്തിലെ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിസൈൻ വെരിഫിക്കേഷൻ, എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിംഗ് ആൻഡ് ഇംപ്ലിസിറ്റ് ടെസ്റ്റിംഗ്. എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇനി അടുത്ത പോർഷനിലൊക്കെ വരുന്നത്. അതിനെ ഡിഫറെൻ്റ്, അതായത് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പിൽ VLSI റിയലൈസേഷൻ പ്രോസസ്സിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്പിൽ ഇൻറ്റേർണൽ പാർട്ടിൽ ഇൻറ്റേർണൽ പോർഷൻ, ഇൻറ്റേർണൽ മാനുഫാക്ചറിങ് സ്റ്റെപ്പിൽ എന്തെങ്കിലും എറർ വന്നാൽ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിംഗ്. അതായത് ക്യാരക്ടറൈസേഷൻ, പ്രൊഡക്ഷൻ, റിലയബിലിറ്റി, ഡയഗ്നോസിസ് ടെസ്റ്റ്, അങ്ങനെ ആ പ്രൊഡക്ഷൻ ടെസ്റ്റിൽ തന്നെ വേപ്പർ ടെസ്റ്റ്, പാക്കേജ് ടെസ്റ്റ്, സിസ്റ്റം ടെസ്റ്റ്, പിന്നെ റിലയബിലിറ്റിയിൽ ബേണിംഗ്, ആക്സിലറേറ്റഡ് ലൈഫ് ടെസ്റ്റ്. അപ്പം അങ്ങനെ, അതായത് ഇൻറ്റേർണൽ പ്രോസസ്സിൽ എന്തെങ്കിലും എറർ വന്നാൽ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിംഗ്. ഇനി അത് കൂടാതെ വേറൊരു ടൈപ്പ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ടെസ്റ്റിംഗ് ഓർ ഓൺലൈൻ ടെസ്റ്റിംഗ് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആയിട്ടും നമുക്ക് എറേഴ്സ് വരും. വല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസോ അങ്ങനെ എന്തെങ്കിലും, അതൊരു എന്താ പറയുക, ഐസൊലേറ്റഡ് ഏരിയയിലൊക്കെ ആയിരിക്കുമല്ലോ ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് കൊണ്ട് ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ടെസ്റ്റിംഗ്. അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിംഗ്, അതിൻ്റെ കൂടുതൽ എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിങ്ങിൻ്റെയാണ് ഇവിടെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അത് കഴിഞ്ഞിട്ട് അതാണ് ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ, പ്രൊഡക്ഷൻ ടെസ്റ്റ്, ബേണിംഗ്, ഇൻകമിങ്, ഇൻസ്പെക്ഷനൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഓരോന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറൈസേഷൻ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ എളുപ്പമാണത്. തിയറിയാണ്, നമ്മൾ വായിച്ചു നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് ക്യാരക്ടറൈസേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് പ്രൊഡക്ഷൻ ടെസ്റ്റ്, ബേണിംഗ് എന്തിനാണ്. ഓക്കെ, ഇപ്പോൾ ബേണിംഗ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ലൈഫ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റിലയബിലിറ്റി ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്നും ഒരു നല്ല പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണം. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ തന്നെയുണ്ട് കുറച്ച് പോയിന്റ്സ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കാം. ഓക്കെ, ഇനി പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പ്രൊഡക്ഷൻ ടെസ്റ്റിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. വേഫർ സോർട്ട് ചെയ്യുക, പിന്നെ ലേസർ റിപ്പയർ ചെയ്യുക, പാക്കേജിങ്, പിന്നെ പ്രിലിമിനറി ബേണിംഗ് ടെസ്റ്റ്, പിന്നെ പോസ്റ്റ് ബേണിംഗ് ടെസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട് പ്രൊഡക്ഷനിൽ വരുന്നതാണ് ഈ പോർഷൻസ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ടെസ്റ്റിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത്രയും ഇൻക്ലൂഡ് ചെയ്യുക. റിലയബിലിറ്റി ടെസ്റ്റ്, ബേണിനൊക്കെ പോയിന്റ്സ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുമ്പിൽ നിങ്ങൾക്ക് എത്രയോ പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ ആകുമ്പോൾ എത്ര കൂടുതൽ എഴുതാൻ പറ്റുമോ അത്രയും എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഓട്ടോമാറ്റിക് ടെസ്റ്റ് എക്യുപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ടെസ്റ്റിങ്ങിൻ്റെ നീഡൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഇനി ഒരു ചിപ്പ് ടെസ്റ്റ് ചെയ്യുക, അതിപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ IC ആണെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റൽ ടെസ്റ്റർ ഉണ്ടാവും അല്ലേ, ലാബിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. IC ഇങ്ങനെ വെച്ചു അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗുഡാണോ ബാഡാണോ എന്നൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ ഇൻഡസ്ട്രിയിലും ഒരു IC ചിപ്പ് ഗുഡാണോ ബാഡാണോ, ഒരു IC അല്ല. അപ്പം ഇത് നമ്മൾ മാനുവലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഒരുപാട് തൗസൻഡ്സ് അല്ലെങ്കിൽ ലാക്സ് ഓഫ് ICs ഒക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു പാക്ക് 50-60 ഒക്കെ നമുക്ക് ഒരൊറ്റ സെക്കൻഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട വരും. അപ്പോൾ അതിന് ഒരു എക്യുപ്മെൻറ്റ് വേണം. ദാറ്റ് ഈസ് നോൺ ആസ് ഓട്ടോമാറ്റിക് ടെസ്റ്റ് എക്യുപ്മെൻറ്റ്, ATE. അപ്പോൾ അതിൻ്റെ ATE വെച്ചിട്ടാണ് അതൊരു എക്യുപ്മെൻ്റ് ആണ്. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പഠിക്കുന്നത് അഡ്വാൻറ്റസ് T6682 ATE ആണ് നമ്മളെ
ഇതിൽ തന്നിരിക്കുന്നത്, സിലബസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. അത് വെച്ചിട്ട് ഈ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ പഠിക്കണം. എളുപ്പമാണ് അത് പഠിക്കാനായിട്ട്. കുറച്ച് ബ്ലോക്കുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഉണ്ടാവും, ഒരു കൺസോൾ ഉണ്ടാവും, ഒരു ടെസ്റ്റ് ഹെഡ്, ലോഡ് ബോർഡ്. ഈ ഡയഗ്രാം അല്ല കേട്ടോ പറയുന്നത്. അത് നമ്മൾക്ക് അത് വരയ്ക്കാനായിട്ട് പറ്റില്ല, കാരണം അതൊരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ട് മാത്രം വരുന്നത്. ഈ എക്സ്പ്ലനേഷൻ ഇതുപോലെ എഴുതാം. ഇത് വെച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. ഒരു ലോഡ് ബോർഡ് ഉണ്ട്, പ്രോബ് സ്റ്റേഷൻ ഉണ്ട്, പ്രോബ് കാർഡ് ഉണ്ട്. അപ്പോൾ ഇതൊരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിലാണ് അത് ടെസ്റ്റ് പ്രോഗ്രാം. നമുക്ക് നേരത്തെ കൊടുത്തല്ലോ പാറ്റേൺ, ഒരു ഡിജിറ്റൽ IC ചെക്ക് ചെയ്യാനായിട്ട് ഒരു പാറ്റേൺ കൊടുത്തില്ലേ നേരത്തെ. അപ്പോൾ ആ പാറ്റേൺ എന്ന് പറയുന്നതാണ് ടെസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഓരോ സർക്യൂട്ടിനും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ആ എഞ്ചിനീയർ, നമ്മുടെ ഡിസൈൻ എഞ്ചിനീയർ ആ ടെസ്റ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്തിട്ട് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൽ കൊടുക്കും ടെസ്റ്റ് എഞ്ചിനീയർ. ഇനി ടെസ്റ്റ് ഹെഡ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു പ്രൊവൈഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ലോഡ് ബോർഡ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് പാർട്ട് നോക്കാം. ലോഡ് ബോർഡ്, പ്രോബ് സ്റ്റേഷൻ, പ്രോബ് കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ലോഡ് ബോർഡിക്ക് കൊടുക്കും ഒരു എന്താ പറയുക, ഒരു സ്കാനിങ് മെഷീൻ പോലത്തെ ഒരു സംഭവമാണ്. സ്കാനിങ് മെഷീൻ നമുക്കറിയാമല്ലോ എങ്ങനെയായിരുന്നു, ഒരു സ്ക്വയർ പീസ്. അപ്പോൾ അതിൽ ഒരു നടുവിലൊരു റിങ് ഉണ്ട്. ആ റിങ്ങിലാണ് നമ്മൾ IC വെക്കുന്നത്. ആ IC വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോപ്പർ വയർ പോലത്തെ ഒരു സ്ട്രിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ, അതിൽ ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നലൊക്കെ ഉണ്ടാവും. അതായത് ഈ പ്രോഗ്രാം അതിൽ റൺ ആവണം ആ ചിപ്പിൽ. അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോഡ് ബോർഡും പ്രോബ് കാർഡും പ്രോബ് സ്റ്റേഷനൊക്കെ. പ്രോബ് സ്റ്റേഷൻ വെച്ചാൽ അത് എന്താ പറയുക, അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്താ സർക്യൂട്ട് അണ്ടർ ടെസ്റ്റ്, അതായത് CUT എന്താ പറയുക, അവിടെയാണ് ആ പ്ലേസിൽ, അതിൻ്റെ മിഡിലാണ് ഈ ചിപ്പ് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അത് എന്താ പറയുക, ഈ പ്രോഗ്രാം റൺ ആവുമ്പോൾ ചിപ്പ് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുക. അതായത് അതിൽ നമ്മൾ 3 ലൈറ്റ് ഉണ്ടാവും. നമ്മുടെ ഒരു ശരിക്കും ഇത് ഇൻഡസ്ട്രിയിലാണല്ലോ, അപ്പോൾ ഒരു 3 ലൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഗുഡ് ആണെങ്കിൽ ഗ്രീൻ കത്തും, പിന്നെ ഇതിൽ എന്തെങ്കിലും അറ്റൻഷൻ വേണമെങ്കിൽ യെല്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ബാഡ് ആണെങ്കിൽ റെഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ആ പ്രോസസ്സ് നടക്കുന്നത്, AT മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ നമുക്ക് ശരിക്കും ഈ റൗണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരോ എന്താ പറയുക, എത്ര മില്ലി സെക്കൻഡോ അങ്ങനെ വളരെ കുറവ് ടൈമിൽ തന്നെ ഇങ്ങനെ ഹാൻഡിൽ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഓരോ ചിപ്പ് ഇങ്ങനെ ലോഡാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കറങ്ങും, ആ പ്രോഗ്രാം ഉണ്ടാവും, ഗുഡ് ആണോ ബാഡ് ആണോ അത് റീപ്ലേസ് ചെയ്യും, അൺലോഡഡ് ചെയ്യും, പിന്നെ അടുത്ത ചിപ്പ് ലോഡ് ചെയ്യും. അതൊക്കെ മെഷീനാണ് ഫുള്ള് ചെയ്യുന്നത്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് എൻവയോൺമെൻ്റ് ആയിരിക്കും, ഡസ്റ്റ് ഒന്നും പാടില്ല, അങ്ങനത്തെ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ഏരിയയിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം AT ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ട് അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ആ ഡയഗ്രാമും അതിൻ്റെ വർക്കിംഗ് മോഡലും വർക്കിംഗ് ബ്ലോക്ക് ഡയഗ്രാമും പഠിച്ചേക്കാം. ഓക്കെ, ഞാൻ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, എഴുതി വരുന്ന പോയിന്റ്സ് നോക്കിയിട്ട് ഇത് പഠിക്കുക, എന്നിട്ട് മാക്സിമം ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോൾട്ട് മോഡലിംഗ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഇതൊരു തിയറി പേപ്പർ അല്ല, തിയറി ആസ് വെൽ ആസ് പ്രോബ്ലമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാണ് നമ്മൾ ഫോൾട്ട് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എറർ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു എവിടെ വേണമെങ്കിലും സർക്യൂട്ടിൻ്റെ ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിലും നമുക്ക് എറർ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് എക്യുപ്മെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ എറർ ഒരു സർക്യൂട്ടിൽ വരാം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മാനുവലി അത് വരുത്തിയിട്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ മാനുവലി എറർ വരുത്തിയിട്ട് ആ എറർ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ, അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ടൈപ്പ് എറർ ആയിരിക്കും, അത് ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോൾട്ട് മോഡൽസ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഫോൾട്ട് മോഡൽസ് ക്വാണ്ടിഫൈ ടെസ്റ്റ് ക്വാളിറ്റി, ഫോൾട്ട് മോഡൽസ് മേക്ക് ടെസ്റ്റ് ഓട്ടോമേഷൻ പോസിബിൾ. ഓക്കെ,
അപ്പോൾ അതിന് മുമ്പ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഡിഫക്റ്റ്, വാട്ട് ഈസ് ഡിഫക്റ്റ്, ഫോൾട്ട്, എറർ ആൻഡ് ഫെയിലിയർ. ആ 4 ടേമും നമ്മൾ ഡിഫോൾട്ടായിട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ടെസ്റ്റ് എഞ്ചിനീയറിനെ ഒരു കറക്റ്റ് ഇതിന് സ്പെസിഫിക് ഡെഫിനേഷൻ ഉണ്ട്. വാട്ട് ഈസ് എ ഡിഫക്റ്റ്? ഡിഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺഇൻറ്റഡ് ഫിസിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ, 2 ബിറ്റ്വീൻ ഇല്ല, ഒരു ബിറ്റ്വീനേ ഉള്ളൂ. അൺഇൻറ്റഡ് ഫിസിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇറ്റ്സ് ഇൻറ്റൻഡഡ് ഡിസൈൻ. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്തതിലും നമുക്ക് വേണ്ട ഡിസൈനും അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ വന്ന ഡിസൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, പക്ഷേ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്നപ്പോൾ അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതൊക്കെയാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഴുതണേ. അൺവാണ്ടഡ് വയർ ഷോർട്ടഡ് ടു ഗ്രൗണ്ട്, അതാണ് ഒരു ഡിഫക്റ്റിന് എക്സാമ്പിൾ. ഇനി ഫോൾട്ട് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫക്റ്റ് അറ്റ് അബ്സ്ട്രാക്റ്റഡ് ലോജിക് ലെവൽ ഈസ് നോൺ ആസ് ഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിഫക്റ്റിനെ നമ്മൾ തിയറട്ടിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി പറയുന്ന പേരാണ് ഫോൾട്ട് എന്ന്. സ്റ്റക്ക് അറ്റ് സീറോ ഫോൾട്ട് എന്നുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഷോർട്ട് ടു ഗ്രൗണ്ട്, വയർ ഷോർട്ട് ടു ഗ്രൗണ്ടിനെ പറയുന്നതാണ് നമ്മൾ സ്റ്റക്ക് അറ്റ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തതെന്ന് പറയുന്നത് എറർ. എറർ എന്ന് പറയുന്നത് റോങ് ഔട്ട്പുട്ട് സിഗ്നൽ വാല്യൂ. അതായത് നമ്മൾ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോൾട്ട് കൊണ്ട് ഉണ്ടാവുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെയിലിയർ. ഫെയിലിയർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ പ്രോസസ്സ് കൊണ്ട് ഉണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ഇൻ ദ ടോട്ടൽ സർക്യൂട്ട്, അതിനെയാണ് നമ്മൾ ഫെയിലിയർ എന്ന് പറയാം. ഫെയിലിയർ ചില ടോട്ടൽ പ്രോസസ്സിനെയാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കമ്പ്യൂട്ടർ ക്രാഷ്. ഓക്കെ, അപ്പോൾ ഡിഫക്റ്റ് in turn produce fault in turn produce error, and error in turn produce failure. ഓക്കെ, ഇനി അതിനപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഈ എല്ലാ ടേമും കൂടിയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ. പക്ഷേ ഇതിൻ്റെ ഇത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, പക്ഷേ ഇവിടെ ഒരു ഗ്രൗണ്ട് പെർമനൻ്റ്ലി ഷോർട്ടഡ് ആണത്. ഗ്രൗണ്ടിൽ ഷോർട്ടഡ് ആണ്. അപ്പോൾ എന്ത് വരും? നമുക്ക് 1 എന്ന് പറഞ്ഞാൽ ഗുഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 വരണം, പക്ഷേ ക്വാളിറ്റി ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് 1 ഇൻപുട്ട് വയർ ഈസ് പെർമനൻ്റ്ലി ഷോർട്ടഡ് ടു ഗ്രൗണ്ട്, അതാണ് ഡിഫക്റ്റ്. ഇതിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത് സ്റ്റക്ക് അറ്റ് 0. 1 ഇൻപുട്ട് ഈസ് സ്റ്റക്ക് അറ്റ് 0. എറർ എന്ന് പറയുന്നത് 0 ഔട്ട്പുട്ട് ഫോർ ഇൻപുട്ട് 1 കൊടുത്താലും നമ്മൾ ഇവിടെ ഇൻപുട്ടിലെ 1 കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ എറർ. ഓക്കെ, ഇനി എക്സാമ്പിൾ ഓഫ് ഡിഫക്റ്റ്, അത് എക്സാമ്പിൾ ഓഫ് ഡിഫക്റ്റ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ചോദിച്ചാൽ എക്സാമ്പിൾ ഓഫ് ഡിഫക്റ്റും നിങ്ങൾ എഴുതണം, അല്ലെങ്കിൽ അത് വളരെ കുറവായി പോകും ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ എഴുതി വരുമ്പോൾ. അപ്പോൾ ഇത് ഡിഫക്റ്റ് മെറ്റീരിയൽ ഡിഫക്റ്റ് ഉണ്ട്, ഏജിങ് ഉണ്ട്, പാക്കേജ് പ്രോബ്ലം ഉണ്ട്, വേഫർ, അപ്പോൾ ഇതെല്ലാം അതും തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടി, ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം.